ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നാടൻ കോഴിയുടെ ബിരിയാണിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി സവാള, ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് സവാള മാത്രം അരിഞ്ഞെടുക്കുന്നു, ബാക്കിയെല്ലാം ചതച്ചെടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയ കോഴി എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാക്കുന്നു. കുക്കറിനകത്തോട്ട് കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കുന്നു. അതിനകത്ത് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ സവാളയൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിനകത്ത് പിന്നെ ചുവന്നുള്ളി ചതച്ചത് ഇടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കുറച്ച് ഉപ്പ് കുറവാണ്ട് വീണ്ടും ഉപ്പ് ഇടുന്നുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇഞ്ചി ചതച്ചതും എല്ലാം കൂടി ഇട്ട് വീണ്ടും ഇളക്കലോടെ ഇളക്കൽ. അതിനുശേഷം 2 തക്കാളി അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്ന് അത് ഒന്ന് ചേർക്കുന്നുണ്ട്. വീണ്ടും ഇളക്കൽ. അതിനുശേഷം പിന്നെ പകുതി നാരങ്ങ മുറിച്ച് വെച്ചിരുന്നില്ലേ, അതിൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്ത് ചേർക്കാനുള്ള പൊടികളെല്ലാം മുപ്പിച്ചെടുക്കാതെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വളരെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടെ അളവിൽ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇറച്ചി മസാലയും കൂടി ഇട്ട് വീണ്ടും ഇളക്കൽ. ഇതെല്ലാം ഇളക്കി ഒന്ന് പച്ചമണം മാറിയാൽ മതി കേട്ടോ. എന്നിട്ട് നേരത്തെ വാടിയിരിക്കുന്ന ഉള്ളിലിട്ട് ഇതും കൂടെ കൊണ്ടുവന്നിരുന്നു കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാടൻ കോഴിയുടെ ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇട്ട് നല്ലതുപോലെ വീണ്ടും ഇളക്കൽ. അതിനുശേഷം ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട് പിന്നെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് സ്റ്റീൽ കുക്കറാണ്ട് കുറച്ചും കൂടി അധികം വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റീൽ കുക്കറിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് 2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. 2 വിസിൽ കേൾക്കുന്നുണ്ട്. 3ാമത്തെ വിസിൽ കേൾക്കുന്നതിന് മുന്നേ ഓഫാക്കി കേട്ടോ. എന്നിട്ട് അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. എന്നിട്ട് ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ. പക്ഷേ കലങ്ങി പോകത്തില്ല, ഒട്ടും പേടിക്കേണ്ട. നാടൻ കോഴി ആയതുകൊണ്ട് ആ വെള്ളം ഒരുവിധം ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും അതിൻ്റെ മുകളിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിടുകയാണ്. അതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും നമ്മുടെ കുരുമുളകും ചെറിയ ഇറച്ചി മസാലയും എല്ലാം കൂടെ ഇട്ടിട്ടാണ് ചോറ് വേവിച്ചിരിക്കുന്നത്. പിന്നെ ഡെക്കറേഷൻ 2 പരിപ്പ് കിസ്മിസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. മല്ലിയിലയും കുറച്ച് ക്യാരറ്റും മാത്രമേ ഉള്ളായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും കഴിഞ്ഞു. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിനാനെടുത്തു. ഇച്ചിരി പപ്പടവും അച്ചാറും നല്ല നാടൻ കോഴി ബിരിയാണിയും കൂടെ ആയപ്പോഴത്തേക്കും ആഹാ, അങ്ങനെ ഇന്നത്തെ ഊണ് കുശാലായി.